മെയ് 23-ന് നസ്രിയയുടെ നിക്കാഹ്. മലയാളത്തിലെ യുവനടിമാരിൽ ശ്രദ്ധേയയായ നസ്രിയ നസീമിന്റെ നിക്കാഹ് മെയ് 23-ന് തീരുമാനിച്ചു. പലതവണയായി മാറ്റിവെച്ച നിക്കാഹ് അവസാനം മെയ് 23-ന് തന്നെ നടത്തുവാൻ തീരുമാനിക്കുകയായിരുന്നു. പറഞ്ഞു വരുന്നത് ഫഹദ് ഫാസിലുമായുള്ള യഥാർത്ഥ നിക്കാഹിന്റെ കാര്യമല്ല, മറിച്ച് നസ്രിയ നസീം നായികയായ ഏറ്റവും പുതിയ തമിഴ് ചിത്രമായ തിരുമണം എന്ന നിക്കാഹ് എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളാണ്. ജയ് ആണ് ചിത്രത്തിലെ നായകൻ. ആദ്യം മെയ് 15-നാണ് റിലീസ് നിശ്ചയിച്ചിരുന്നത്. പിന്നീട് അത് മാറ്റിവെക്കുകയായിരുന്നു. തമിഴിലെ ഭാഗ്യജോഡികളായാണ് ഇരുവരെയും പറയുന്നത്. മുൻപ് രാജാറാണി എന്ന ചിത്രത്തിൽ നസ്രിയയും ജയും ഒന്നിച്ചഭിനയിച്ചിരുന്നു. ചിത്രം വൻ വിജയം നേടിയിരുന്നു. നവാഗതനായ അനീസാണ് നിക്കാഹിന്റെ സംവിധായകൻ. ഒരു ഹിന്ദു യുവാവും ഒരു മുസ്ലിം യുവതിയും തമ്മിലുള്ള മനോഹരമായ പ്രണയകഥ പറയുന്ന നിക്കാഹ് നസ്രിയയുടെ 4ാമത്തെ തമിഴ് ചിത്രമാണ്. ചിത്രത്തിന്റെ ചിത്രീകരണ സമയം നസ്രിയയും ജയും തമ്മിൽ പ്രണയത്തിലായെന്നുവരെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതുമല്ല, ഹിന്ദു മതത്തിൽപ്പെട്ട ജയ് മുസ്ലിം മതത്തിലേക്ക് മാറുവാൻ കാരണവും ഈ ചിത്രമാണെന്ന് വാർത്തകളുണ്ടായിരുന്നു. നസ്രിയയെ സംബന്ധിച്ച് മലയാളത്തേക്കാൾ ഭാഗ്യം തമിഴിലാണ്. കാരണം തമിഴിൽ അഭിനയിച്ച ചിത്രങ്ങൾ മിക്കതും ശ്രദ്ധേയമായപ്പോൾ മലയാളത്തിൽ പരാജയമായിരുന്നു. അതുമല്ല, നസ്രിയയും ദുൽഖറും അഭിനയിച്ച വായ്മൂടി പേസുവോം എന്ന ചിത്രം മലയാളത്തിൽ പരാജയപ്പെട്ടപ്പോൾ തമിഴിൽ മികച്ച വിജയം നേടാനായി. അസർ ഫിലിംസിന്റെ ബാനറിൽ അസർ രവിചന്ദ്രൻ നിർമ്മിക്കുന്ന ചിത്രത്തിൽ ഹീബ പട്ടേൽ, 2013-ലെ മിസ് സൗത്ത് ഇന്ത്യ റണ്ണറപ്പ് ദീക്ഷിത മാണിക്യം, ജമാൽ, പാണ്ഡിരാജ തുടങ്ങിയവരും അഭിനയിക്കുന്നു. എം ജിബ്രിന്റേതാണ് സംഗീതം. ഓരോ പ്രധാന വാർത്തയും ഇന്ത്യ ക്ലിപ്സിലൂടെ അറിയാൻ ഞങ്ങളുടെ ഫേസ്ബുക്കിലും ട്വിറ്ററിലും അംഗമാകും.